ഏവർക്കും സെന്റ് ജൂഡ് മീഡിയ മിനിസ്ട്രിയുടെ കരുതലോടെ എന്ന പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ചുറ്റുപാടുകളിൽ പല ജീവിതങ്ങളും നിരവധി പ്രശ്നങ്ങളുടെയും യാതനകളുടെ ഇടയിൽ കഷ്ടപ്പെടുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ സാധാരണമായി തോന്നുന്ന പല ജീവിതങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുകയാണ്. ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് ആകുലതകളും നിലയ്ക്കാത്ത ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിയാണ് അനുദിനം അവർ ജീവിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വർഷം ആചരിക്കുന്ന ഈ വേളയിൽ നെയ്യാറ്റിൻകര രൂപത പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന കരുണയുടെ തീർത്ഥാടകർ എളിയവർക്ക് കാവലും കരുതലും എന്ന വിഷയത്തോടനുബന്ധിച്ച് സെന്റ് ജൂഡ് മീഡിയ മിനിസ്ട്രി ഇന്ന് ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവരുടെ വേദനകളിൽ നിങ്ങളെ കൂടി പങ്കാളികളാക്കുകയാണ്. സെന്റ് തോമസ് BCC അംഗമായ ശ്രീമാൻ ബാബുവിന്റെ ഭവനത്തിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. പരിമിതമായ വരുമാനത്തിലും അനവധി പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് ഈ കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. സുരക്ഷിതമായ വീട് എന്ന അടിസ്ഥാന സ്വപ്നം പോലും ഇന്നുവരെയും യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ്. ഈ കുടുംബത്തിന്റെ അവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം എന്നൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയുമായി ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഇവരുടെ വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പരിചയപ്പെടുത്തി തരാമോ? അമ്മ, ഭാര്യ, ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന ഈ വീടിന്റെ അവസ്ഥയെ കുറിച്ച് പറയാം. നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? വീട്ടിൽ എഴുതി കൊടുക്കും. ഇങ്ങനെ വീട് കിട്ടിയില്ല. 2017 അന്നാണ് എഴുതി കൊടുത്തത്. അപ്പം മനസ്സിൽ 3 വർഷം ആയിരുന്നു. അതുവരെ ലൈഫിനുണ്ടായിരുന്നു. അതിപ്പം ലൈഫിൽ നിന്ന് എടുത്ത് വോട്ടിൽ കൊടുത്ത് വോട്ടിൽ 1ാം ലിസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. ആ വീട് ഇതുവരെ വന്നിട്ടില്ല. അവരെ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. ആ പൈസ തിരിച്ചു പോയി. ഇപ്പം ലൈഫിൽ വീണ്ടും എഗ്രിമെന്റ് ചെയ്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. ഏപ്രിലിനകത്ത് തരാന്ന് പറഞ്ഞു. ഏപ്രിലും കഴിഞ്ഞ് വന്നില്ല. ഇനി അടുത്ത് മെയ്യിൽ തരാന്ന് പറഞ്ഞു. ഇനി ഇലക്ഷൻ കഴിഞ്ഞാണ് വന്നോ ഇല്ലെന്നുള്ളത്. പിന്നെ മഴ പെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇരിക്കാൻ പോലെ മൊത്തം വെള്ളത്തിൻ്റെ വീതയിൽ കൊണ്ട് അവിടെ കിടക്കുന്നത്. പിന്നെ പള്ളിയിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടി സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛൻ തന്ന പൈസയ്ക്ക് അപ്പം ഒരു മുറി എടുത്ത് അവിടെ അമ്മ അവിടെ കിടക്കുന്നു. പിന്നെ നല്ല നനഞ്ഞ് വലുപ്പിന് ഞങ്ങൾ അപ്പുറത്ത് ചെന്ന് കിടക്കും. പിന്നെ ഇത് ആ സൈഡ് മൊത്തം ഇടിഞ്ഞ് വീഴുന്നു. ഇപ്പം അതല്ല അമ്മി എല്ലാം ജപിച്ച് വിടുന്നോണ്ടാണ് ഇരിക്കുന്നത്. ഈ വെയിലത്ത് വരെ എല്ലാം ഇടിഞ്ഞ് വെയിലാണ് ഇടിഞ്ഞ് വിടുന്നത് രാത്രി. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാൻ പോകും. ഈ മഴക്കാലത്തും വേനൽക്കാലത്തും ഈ വീട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോഴും എവിടെ എല്ലാം കയറി ഒതുങ്ങും. ഒരു നിവൃത്തിയും ഇല്ല. എല്ലായിടവും ചോരക്കം തന്നെ. ചുവന്ന് വെള്ളം ഇറക്കും. ഇത് ചേട്ടൻ മരിച്ചാൻ ശേഷം ഇവിടെ ഇരുന്ന് അച്ഛൻ മാറിപ്പോയപ്പോൾ അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ വന്നപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ സൈഡ് അത്തിരി ഇടിഞ്ഞും വെള്ളപ്പൊക്കോട്ട് കിടക്കണം. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഈ അമ്മയെ നനയ്ക്കാതെ കിടത്തണം ഒരു മുറി. അങ്ങനെയാണ് അച്ഛനാണ് ഈ താഴത്തെ അവൻ ജാനീറ്റട പറഞ്ഞാണ് ഒരു മുറി കെട്ടിത്തന്ന് ഈ അമ്മയെ നനയ്ക്കാതെ ഇട്ടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മുറിയൊക്കെ കണ്ടുകൂടാക്കെ ഈ അവിടെ ഇടിഞ്ഞാടാതെ അവിടെ കിടക്കാണ്. ഇടിഞ്ഞു പൊളന്നതാ ഈ അകത്ത്. അങ്ങനെ അപ്പോഴാണ് അച്ഛൻ അത് കണ്ടാണ് ഈ അമ്മയെ നനയ്ക്കാതെ കിടത്തിയിരിക്കണം എന്ന് പറഞ്ഞാണ് 1 ലക്ഷം രൂപ അവൻ്റെ പറഞ്ഞ്
ഒക്കെ ഉണ്ട്. വെളിയിലത്തെ ശമ്പളം വാങ്ങിക്കല് ഞാനാണ് കൊടുക്കുന്നത്. ഇത് കണക്കാക്കിയുള്ള വീട് കെട്ടിക്കൊടുക്കണം. ഷീറ്റ് മുട്ടുകന്ന് ഒരു മുറിയും കെട്ടി, അതുകൊണ്ട് ഇട്ട് നനയാതെ എനിക്കവിടെ കിടക്കാം. ഈ വീടിന്റെ അവസ്ഥ മഴ വരുമ്പോ? ഈ വീട്ടിനകത്ത് മഴ പെയ്യുമ്പോ പാത്രം എടുത്ത് വെച്ചാൽ അത് നിറയും. പിന്നെ എവിട്ടാളെ വിളിച്ച് ഈ കൊച്ചും കൂടെ ഉള്ളയെ കൊണ്ട് വിളിച്ച് അങ്ങോട്ടൊന്ന് കിടത്തും. അങ്ങനെ പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോ മോളിലെടുത്ത നിലയില് ഒരു ചാക്ക് സിമന്റ് അന്തരം എടുത്ത് പൂച്ചി, എന്നിട്ടും വലിയ മഴ പെയ്യുമ്പോ ഇങ്ങനെ വന്ന് വീഴും. നനഞ്ഞ ഒരു അറുമ്പാതമില്ല. ഓരോ മന്ത്രിമാര് ജയിക്കാൻ ജയിച്ച ഉടനെ നിങ്ങൾക്ക് വീട് വെച്ച് തരാം. ഇതുവരെ ആരും വീട് വെച്ചില്ല. പുതിയ വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇപ്പൊ എന്താണ് അതിന്റെ അവസ്ഥ? എവിടെ ലൈഫ് മിഷനിലാണോ കൊടുത്തത്? ലിസ്റ്റിലെ പേരുണ്ടോ? ഉണ്ട്. പിന്നെ നടപടി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നൊന്നും പറയാമോ? ഞാൻ പോകും. അവിടെ രാവിലെ 9 മണിക്ക് പോയിട്ട് 5 മണിയാകുമ്പോൾ വരും. പിന്നെ വന്ന് 2 വീടുണ്ട്. അവിടെ ഒരു മാസത്തിന് 2 മാസം പോയാൽ മതി. ജോലിക്ക് പോവാൻ അവിടെ തുറക്കാനും അങ്ങനെ പോകും. കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 500 കിട്ടും. അതിൻ്റെ വീട് ലോൺ ചെയ്യും. പിന്നെ തൊഴിലുറപ്പിൻ്റെ പൈസ വീട്ടിൽ വലിയ വരുമാനമില്ല. പണി ഉണ്ട്, പിന്നെ ഇല്ല. പിന്നെ 2500 വാടക. അങ്ങനെ പണിയില്ല. എൻ്റെ പൈസ എടുത്ത് അങ്ങോട്ട് ലോൺ ചെയ്യും. പിന്നെ അവൻ്റെ ഫീസ് അടയ്ക്കണം സ്കൂളിൽ. പിന്നെ സ്കൂളിൽ തന്നെ അവനെ ട്യൂഷൻ ക്ലാസ്സിൽ. പിന്നെ ഈ കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, ഇതെല്ലാം ഇങ്ങനെ ലോൺ പൈസ ഉള്ളവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അങ്ങനെ ഇന്നൊരു കടയുണ്ട്. എവിടെയാണ്? പേയാണ് അപ്പോൾ സിൽവർ വർക്കാണ്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ഉള്ളൂ. എന്തായാലും അങ്ങനെ ഇല്ല. സ്വന്തം കടയാണോ വാടകയ്ക്ക്? വാടക വാടക പൈസയും കൊടുത്തിട്ട് ബാക്കി ലാഭം കിട്ടാറുണ്ട്? അങ്ങനെ കൊണ്ടില്ല, കാര്യം കഴിഞ്ഞു പോകും. എല്ലാ ദിവസവും പണിക്ക് പോകും? ഒറ്റയ്ക്കാണോ അവിടെ സഹായിക്കാം? ഇതൊക്കെ പറഞ്ഞത് അവര് എന്നെ നോക്കുന്നത് അവരെ കൂടെ തന്നെ. അമ്മാമ്മയുടെ ചികിത്സാ ചെലവൊക്കെ? ചികിത്സാ ചെലവൊക്കെ എന്റെ ചെലവെല്ലാം ഒറ്റളെ എന്നെ നോക്കുന്നത്, ഒറ്റളെ എന്നെ അന്വേഷിക്കുന്നത്. എന്റെ ആള് പോയെന്നൊക്കെ അവര് രണ്ടുപേരും തന്നെ നോക്കുന്നത്. ശ്വാസം മുട്ടുമല്ലാട്ട് മെഡിക്കലിൽ കുറെ ദിവസം കിടന്നു, 8 ദിവസം വരെ. പിന്നെ ഇവിടെ നിന്ന് അവര് എന്നെ നോക്കുന്നത്. പിന്നെ എന്റെ പേരിന് എന്നെ വീട് സ്ഥലം തന്നത് ഇതുവരെ ഒരു അറുമ്പാതവും ഇല്ല. ഇപ്പം തരാന്ന് പറയണം. പിന്നെ എനിക്ക് മാത്രം നല്ല ഇട കിടക്കും. മഴ പെയ്യുമ്പോ ആരെങ്കിലും ഒരു വീട് വച്ചിരുന്നെങ്കിൽ അത്ര നല്ല ഇട കിടന്നല്ല. എന്ത് ചെയ്യുന്ന? ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇങ്ങോട്ടില്ലോട്ട്. ഏത് സ്കൂളില്? സെന്റ് സേവിയേഴ്സ്. അപ്പൊ ഇവിടുത്തെ വീടിന്റെ സാഹചര്യത്തില് ഒറ്റ മുറിയല്ലേ ഉള്ളൂ. അപ്പൊ എവിടെ ഇരുന്നാണ് പഠിക്കുന്നതൊക്കെ? പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ നേരിടാറുണ്ടോ? എഴുതാനോ വായിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ ഇവിടെ വന്നിരുന്ന് പഠിക്കും. പിന്നെ ഇവിടെ കട്ടിലിൽ വെച്ച് വരയ്ക്കും. മഴ പെയ്യുമ്പോൾ ചോർച്ചയുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ ബുക്കൊക്കെ നനയാറുണ്ടോ? നനയാറുണ്ട്. സ്റ്റഡി ടേബിൾ അങ്ങനെ ഒന്നും ഇല്ല. കട്ടിലൊന്നും ഇല്ല അല്ലേ? ഒരു മുറിയും ഒരു ഹാളും ഒരു അടുക്കളയും. ചോറ് വെക്കുന്നത് നീ കറിയായാലും എന്തിനായാലും ഈ ഒരു റൂമിലാണ് വെക്കുന്നത്. അവിടെ ഊന്ന് പാമ്പ് ചെയ്യണം. എല്ലാം കൂടെ ഏനി രാത്രിയായാലും ഉച്ചയായാലും ഉണ്ട്, സാധനമുണ്ട്. അപ്പൊ ഇവിടെ വിധിയുണ്ട്. അന്നേരം വിളിക്കുന്നത് മേടിച്ചത് വിളിക്കും. അങ്ങനെ അന്നം വന്ന് അടിച്ചുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എൻ്റെ സഹോദരൻ, ഞാനില്ലെങ്കിൽ സഹോദരൻ വന്ന് അവ അടിച്ചുകൊണ്ട്. പിന്നെ ഇപ്പൊ പച്ച വാശി മുകളിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ മഴ വീട്ടിൽ അത്രയും നനയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏക്കോൾ മൊത്തം അടച്ചു. മുകളിൽ വന്ന് കേരള കൊണ്ട് ഏക്കോൾ മൊത്തം ആ സഹോദരൻ അടച്ചിരുന്നു. പിന്നെ ഇവിടെ തന്നെ വാശിയേ ഉള്ളൂ. പിന്നെ കട്ടിലില്ല,
പിന്നെ ഒരു മുറിയിലാണ് അവൻ്റെ പഠിക്കുന്ന ബുക്കും എൻ്റെ തുണികളും തുണി സാധനങ്ങളും ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ കിടക്കുന്നത്. അച്ഛനുണ്ടായിരുന്നത് അമ്മ എനിക്ക് കൊടുത്ത് അങ്ങനെ അമ്മേനാണ് സുരക്ഷിതയായിരുന്നു. വീണ്ടും മഴ വരുമ്പോൾ ഞങ്ങൾ അപ്പുറത്ത് പോയി കിടക്കും, തറയിൽ കിടക്കും. പിന്നെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നത് ആ പൈസയും പള്ളിയിൽ 1000 രൂപ കിട്ടുന്നുണ്ട്. ആ പൈസയുടെ ചേർത്താണ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് വയ്യാതാവുമ്പോൾ എല്ലാ മക്കളും ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിക്കും. അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ അസുഖമുണ്ട്, കിഡ്നിയിലുണ്ട്, പിന്നെ ശ്വാസം മുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വയ്യാതായി ഉടനെ വെളിയിൽ കൊണ്ട് ചികിത്സ ചെയ്യുകയാണ്. ഇത്രയും കഷ്ടപ്പാടിൽ കിടക്കുമ്പോ എന്തായാലും നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ സർക്കാരിനോട്ട് ഈ അവസ്ഥയെ കുറിച്ച് പോകുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിങ്ങളെ ലൈഫ് മിഷനിലൊക്കെ ഉൾപ്പെടുത്തി പുതിയ വീട് നിർമ്മിക്കാൻ അങ്ങനെയുള്ള നടപടികൾ എന്തെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഒന്ന് ഞാൻ ഇവന് ചെയ്ത് അവള് ഇന്നുകൊണ്ട് നമ്മളാണ് അവളാണ് പറഞ്ഞത് മേടിക്കണ്ട, നെയ്യിന് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ചോദിച്ച് അത്രയും വെള്ളം കയറി വര വരെയാണ് നമ്മൾ എങ്ങനെയെങ്കിലും സുരക്ഷിതരാക്കണം എന്ന് പറഞ്ഞ് അവൻ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവന് തരാൻ തന്നെ പറയണത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെയും ഒന്നും തന്നിട്ടില്ല. പക്ഷെ എല്ലാം വീടുകളായി. ലൈഫ് മിഷനിൽ എത്രാമതാണ് കിടക്കുന്നത്? ലൈഫ് അതിന് 1ാം ലിസ്റ്റിലാണ് കിടക്കുന്നത്. ഒന്നാമത്തെ ലിസ്റ്റിൽ കിടന്നിട്ടും ഇതുവരെ നിങ്ങൾക്ക് വീട് ലഭിച്ചു? ഇതുവരെ ഒരു പൈസയും വന്നിട്ടില്ല. അവൻ തരാന്ന് പറഞ്ഞതല്ലാതെ അവൻ ഇതുവരെ തന്നിട്ടില്ല. പിന്നെ അത് കിട്ടിയാൽ 4 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. അപ്പൊ അത് കിട്ടി കഴിഞ്ഞാൽ ഇപ്പം പിന്നൽ ഭയങ്കര പാടാണ്. അപ്പൊ പിന്നൽ ചെയ്ത് നമ്മളെ അതിന് ഒരു പൈസയും ഇല്ല. 4 ലക്ഷം രൂപയ്ക്ക് ഒന്നും ആവൂല. അങ്ങനെ നേരത്തെ പറയണ്ടായി വീട്ടില് ഒരു കട്ടില് പോലും ഇല്ല. അപ്പൊ കട്ടില് പോലത്തെ ആവശ്യ വസ്തുക്കളുടെ അഭാവം നിങ്ങൾ എന്തുമാത്രം ബാധിക്കുന്നുണ്ട് നിത്യജീവിതത്തിൽ? ഇനി റോഷനി ഈ പഞ്ചായത്തിൽ നിന്ന് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കത്തിന് വേണ്ട, എനിക്ക് വീട് തന്നായി ഞാൻ ഇപ്പൊ ഇടക്കും കൂടെ അങ്ങ് ഇടക്കാം. അതിന് ഓർഡർ ചെയ്തതാണ്, വന്നതാണ്. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് കത്തിന് വേണ്ട, എൻ്റെ വീട് ശരിയാക്കി ഞാൻ കത്തിന് തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ കത്തിന് ഇല്ല. പിന്നെ ഇപ്പൊ കത്തിനില്ല ഒരു മുട്ട് എന്നിട്ട് അവൻ തടയണം. അവൻ ചെറുമൂല അട്ട പിന്നെ ഇളന്ന് എല്ലാം ഉണ്ട്. ഞങ്ങൾ 4 സൈഡും ലൈറ്റ് അടിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. എന്നിട്ട് എപ്പോഴും ലൈറ്റ് അടിച്ച് മൂടിയിലും അങ്ങ് നോക്കും. ആ ജനലിൽ കൂടെ കൂടുതൽ ഏന്ന് അന്നല്ലേ കോട്ടയൊക്കെ. അപ്പൊ അതെല്ലാം ഞാൻ തുണി വെച്ച് അടച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സുരക്ഷിതല്ല. എന്നിട്ട് ഏത് സമയവും എന്നും വരാം. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരവസ്ഥ. പിന്നെ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ അനിയൻ്റെ അവിടെ പോകും. അനിയൻ പറയും അവിടെ പോയി നിൽക്കാൻ പറയും. അങ്ങനെ അനിയൻ്റെ അവിടെ പോയി ലോറിപ്പിന് ഇവിടെ വരും. ലോറിപ്പിന് ഇവിടെ വരുമ്പോൾ അടുത്ത വീണ്ടും മഴ വരും. പിന്നെ നമ്മൾ പോകില്ല. മഴക്കാലത്തൂടെ താമസിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നിട്ട് ഈ ചെവലിൽ കൂടെ വെള്ളം വന്ന് ഇഞ്ഞി വരും. മൊത്തം വെള്ളം വന്ന് നനഞ്ഞ് ഇവിടെ എന്നിട്ട് ചെറിയ മഴ പെയ്താലും ഇവിടെ നനയാണ്. അതിനുശേഷം ഇവന്റെ ആടി ഇവിടെ സിന്തന്നി ഓടിയെന്ന് സിന്തന്നി ഒളിഞ്ഞ് അവന്റെ ആടി ഇവിടെ വന്നത്. അത് അങ്ങനെ ഇങ്ങനെ പോയി. പിന്നെ അല്ലാതെ ഞാൻ ഓരോ സുഖി കിടന്നിട്ട് ഇനിഞ്ഞ് ദേഹത്ത് വന്നിരുന്നു. അത് വലിയ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. മാസാവസാനം വരെ ചെലവുകൾ നടത്താനായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്? തൊഴിലുറപ്പിന്റെ പണിയും കടവരുമാനത്തിലും തന്നെ മിച്ചം പിടിക്കാൻ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ മാസ ചെലവുകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പിന്നെ ദേശങ്ങളിൽ നിന്ന് അരി കിട്ടുന്നുണ്ട്. പിന്നെ നീന് കിട്ടണം. അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മാസം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ചെയ്യാനുള്ള ഒരിതേ ഉള്ളത്. അവ ഇരുന്ന് നമുക്ക് അവ പഠിക്കുന്ന ഒരു ശ്രദ്ധ കുറവാണ് അവന്. നമ്മൾ സംസാരിക്കുമ്പോഴേ അവന് പഠിക്കാൻ പറ്റുന്നില്ല. അവന് പഠിക്കാൻ പറ്റുന്നില്ല. നമ്മളെ സംസാരവും അതും ഇതും എല്ലാം കൂടെ ആവുമ്പഴേ അതുകൊണ്ട് ഒരു മുട്ടി ചെയ്താലാ ഒന്നിനും ആ മുട്ടിന് ഇവിടെ തലയിരുന്ന ചിലപ്പോൾ എഴുതണം. അങ്ങനെ എന്തായാലും ഒരു വീടായിട്ട് എന്തെങ്കിലും സംവിധാനം ചെയ്യാം. അവനറിയാം, നമ്മളെ അവനറിയാം, എല്ലാം അറിയാം. വീട് എന്നൊരു സ്വപ്നമാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാവുന്നത്. വീടുള്ള ഒരു സ്വപ്നം, അത് മാത്രം മതി. സുരക്ഷിതമായ ഒരു വീട്.
എന്നിട്ട് നിന്റെ കൂടി പാമ്പയാണ് ഇവിടെ ഇപ്പൊ ചെയ്യുന്നതാണ്. ഈ പാമ്പിന്റെ ശല്യം വന്നപ്പോൾ പട്ടീന് വാശിക്കൊണ്ട് വന്ന് അവിടെ കെട്ടി ഇറച്ചതാണ്. അല്ലെങ്കിൽ ഇവിടെ അവിടെ ഒന്നും വാതിലില്ല, ഇവിടെ വാതിലില്ല, അവിടെ വാതിലില്ല. നെറ്റി വാശിക്കൊണ്ട് വന്ന് തന്നെത്താനെ ഇരുന്ന് അടിച്ച് കൂട്ടിയതാണ്. അല്ലെങ്കിൽ പാമ്പ് ഇടയിൽ കൂടെ ഇവിടെ വന്ന് കിടക്കും. അങ്ങനെ ഇപ്പൊ ഒരു സുരക്ഷിത. അല്ലെങ്കിൽ എന്തെന്ന് 6 മണിയാവുമ്പോഴേ ഞങ്ങളെല്ലാം വാങ്ങിയിട്ട് വീട്ടിനകത്ത് മേടിച്ചിരിക്കും. എന്നാൽ വീട്ടിനകത്ത് മേടിച്ചിരുന്നാലും അതിനകത്ത് കാണും. അതിനകത്ത് കാണും. ഉണക്കിയ ദോശ എൻ്റെ അതിനിടയിലിരുന്നു. അതുകൊണ്ട് വീടാണ് നമുക്ക് ആവശ്യം, വേറെ ഒന്നും. ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് പാമ്പിന്റെ ഒക്കെ ശല്യം വളരെ കൂടുതലാണ്. സഹായത്തിനായിട്ട് നിങ്ങൾ പല ഓഫീസുകളിലും പോയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അവരുടെയൊക്കെ മറുപടി എന്താണ് ഈ ലൈഫ് മിഷനെ കുറിച്ചൊക്കെ? നമ്മളിപ്പം ആദ്യം ലൈഫിൽ ഒളിച്ചിരുന്ന് നമ്മള് PMD വഴി വോട്ടിന് അവിടെ കൊടുക്കാൻ പാടില്ല. അവൻ ലോട്ടറി ചേച്ചിയാണ്. അവൻ ഏതെങ്കിലും ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് അത് PMD വഴിയായ കൊണ്ട് വോട്ട് വഴി പ്രധാനമന്ത്രി അത് പെട്ടെന്ന് അവൻ എങ്ങനെ ചേച്ചി വന്ന് കണ്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സുരക്ഷിതാവുമല്ലോ എന്ന് വിചാരിച്ച് ലൈഫിൽ നിന്നെടുത്ത് വോട്ടിൽ കൊണ്ട് പോയപ്പോൾ അവിടെ 1 2 ഇടന്നതാണ്. പക്ഷെ ബാക്കി എല്ലാവരും വീട് വന്നു. അപ്പൊ ഞാൻ ഇവിടെ വീടിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അമ്മയുടെ അക്കൗണ്ട് വോട്ടാണ്, പിന്നെ ആധാറിൻ്റെ എന്തോ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം ഞാൻ ബാങ്കിൽ പോയി ശരിയാക്കി, അമ്മ കൊണ്ടുപോയി എല്ലാം ശരിയാക്കി. അപ്പൊ ബാങ്കുകാരെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ പ്രശ്നമില്ല, നിങ്ങൾ അവിടെ നിന്നാണ് പൈസ വരാനുള്ളത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്നും ബാങ്കിൽ പോയി അടിച്ചു നോക്കും. എന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയിൽ നിന്ന് 100 രൂപ വീതം വാങ്ങി എന്നെ 100 രൂപ വീതം ഇട്ട് അതിന് 2000 ഒപ്പിട്ട് ഞാൻ ഇപ്പൊ മാസം തോറും ചെന്ന് നോക്കും. അവൻ ബാങ്കിൽ ശരിക്കും ബാങ്കുകാരൻ ചോദിക്കുന്നത് നിങ്ങൾ ഇതുവരെ അക്കൗണ്ടിന് പൈസ വന്നില്ലേ വന്നു. എന്നിട്ട് ഞാൻ ചെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് അവര് വീട്ടിൻ്റെതാണെന്ന് പറയുന്നത്. അവർ പെട്ടെന്ന് നോക്കുക, നിങ്ങൾ കിട്ടിയില്ലെന്ന് ചോദിക്കും. ഞാൻ ഇതുവരെ കിട്ടിയില്ല എന്നാണ്. പക്ഷെ അമ്മയുടെ ആധാറിന്റെ പ്രശ്നം ഇപ്പൊ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്ത് പഞ്ചായത്ത് ഇനി മോട്ടിക്കൊണ്ട അവിടെ നിന്ന് വാങ്ങിച്ചാൽ പഞ്ചായത്ത് കൊണ്ടുവന്ന് കൊടുത്തത്. അവന് പഞ്ചായത്ത് വഴി വരുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോ നിൽക്കുന്ന ഈ വീട്ടില് നിലവിലെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഹാളും ഒരു അടുക്കളയും ഒരു മുറിയും മാത്രമാണുള്ളത്. ഹാളിന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അഭിമുഖത്തിൽ നമുക്ക് മനസ്സിലായത് ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഇവിടെ നെറ്റ് പോലുള്ള കാര്യങ്ങൾ ഇട്ടത്. അതിന് മുന്നേ വരെ ഇഴജന്തുക്കളെ അനുനിമിഷം അല്ലെങ്കിൽ ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ പേടിച്ചിട്ടാണ് ഇവര് ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അടിക്കുന്നതിന് മുന്നേ വരെ ഈ ഹാളിൽ കൂടെ പാമ്പ് പോലുള്ള ഇഴജന്തുക്കളൊക്കെ ഇതിന്റെ അകത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനവധിയായിരുന്നു. നിലവിൽ ഇപ്പോ കുറച്ച് കസേരയും ഇവിടെ ഈ ഒരു ബെഡിലിരുന്നാണ് ഇവിടുത്തെ ഈ വീട്ടിലെ മോൻ പഠിക്കുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി ടേബിളോ കസേരയോ ഒന്നും തന്നെ ഇവിടെ വേറെ ഇല്ല. ഇതാണ് ഈ വീട്ടിലെ ഏക മുറി. ഇത് മുറി എന്നതിലുപരി ഇവരുടെ എല്ലാ സാധനങ്ങളും വയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം സാധനങ്ങൾ വെക്കാനായിട്ട് ഇവിടെ വേറൊരു സ്ഥലമില്ല. ഇവരുടെ ഡ്രസ്സും മറ്റു സംഭവങ്ങളെല്ലാം ഈ ഒരു റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ സാധാരണ നമ്മൾ അടുക്കളയിലാണ് ഓരോ കാര്യങ്ങൾ വെക്കുന്നതെങ്കിൽ അവിടെ അടുക്കളയിൽ ഇഴജന്തുക്കളെ പേടിച്ച് അതും ഇവിടെ തന്നെയാണ് അവർ ഓരോ സാധനങ്ങളും പാചകം ചെയ്യുന്നത് വരെ ഈ ഒരു മുറിയിലാണ്. അത്രത്തോളം കഷ്ടപ്പാടിലാണ് ഈ കുടുംബം അനുനിമിഷം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും ചോർച്ച ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുകയുണ്ടായി പല സിമന്റ് ഭാഗങ്ങളും രാത്രി കിടക്കുമ്പോഴൊക്കെ അവരുടെ ദേഹത്ത് വന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ്. ഈ ഇടയ്ക്ക് ഈ വീട്ടിലെ മകന്റെ കാലിൽ വരെ സിമന്റിന്റെ കഷ്ണം വന്ന് വീണു എന്നാണ് നമുക്ക് അഭിമുഖത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പാടാണ്. ഇവിടെ നിലവിൽ ഒരു കട്ടില് പോലും ഇല്ല. അവർ തുണിയൊക്കെ വിരിച്ചാണ് ഇവിടെ കിടക്കുന്നത്.
ഇതാണ് നിലവിൽ ഇപ്പോഴത്തെ അടുക്കള. പക്ഷെ ഇവിടെ പാചകം ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. കാരണം ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യം വളരെ കൂടുതലാണ്. പല സ്ഥലങ്ങളും ഇടിഞ്ഞു കിടക്കുവാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പകുതി കൂടുതലും ഇടിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പാത്രങ്ങളുടെ ഇടയിലും ദോശകളിലെ ഇടയിലും ഒക്കെയാണ് ഈ പാമ്പ് പോലുള്ള ജീവജാലങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് തികച്ചും പേടിച്ചിട്ടാണ് ഈ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാധനങ്ങൾ വെക്കാൻ നമുക്ക് പാത്രത്തിന്റെ സ്റ്റാൻഡോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഈ ഒരു പാത്രത്തിന്റെ അകത്താണ് വെച്ചേക്കുന്നത്. ഇവിടെയും നെറ്റ് ഇപ്പൊ അടിച്ചതാണ്. അതിന് മുന്നേ വരെ ഇതുവഴിയും പാമ്പ് കയറുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പാമ്പ് പോലുള്ള ഇഴജന്തുക്കളുടെ ശല്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. പിന്നെ ഇവിടെയും മുകളിലെ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും സിമന്റ് കട്ടകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഉള്ള അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടെ സംസാരിച്ച് മനസ്സിലായത് മഴ പെയ്യുമ്പോൾ ഒരു വെള്ളം പോലും പുറത്തു പോകാത്ത രീതിയിലാണ് ഇതിന്റെ അകത്ത് വെള്ളം എത്തുന്നതെന്നാണ്. ഇതാണ് നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് നനഞ്ഞ് അതിലും കഷ്ടപ്പാടാണ്. തീ നേരെ കത്താറില്ല. ഇതാണ് ഇവരുടെ ബാത്റൂം. ബാത്റൂമിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ തിട്ടയോട് ചേർന്നാണ് ഈ ബാത്റൂം ഇരിക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചാടി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. വയസ്സായ അമ്മൂമ്മയൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇറങ്ങുന്ന രീതി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രത്തോളം കഷ്ടപ്പാടാണ്. ഇതിന്റെ അകത്തും ഇഴജന്തുക്കളുടെ ശല്യം പേടിച്ചാണ് ഇവര് പോകുന്നത്. ഞാനിപ്പോ നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് നേരത്തെ അമ്മമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ഇടവകയിലെ മുൻ വികാരിയായിരുന്ന ഷാജി ഡി സാവി അച്ഛന്റെ നേതൃത്വത്തിൽ വച്ചു കൊടുത്തത്. ഏകദേശം 1 ലക്ഷം രൂപയോളം പള്ളിയിൽ നിന്ന് സമാഹരിച്ചിട്ടാണ് ഈ വീടിന് വേണ്ടിയിട്ട് നൽകിയത്. അപ്പൊ ആ പൈസ കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു റൂം മാത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അവിടെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷീറ്റാണ്. അപ്പൊ ഇടിഞ്ഞു വീഴും എന്നുള്ള പേടിയില്ല. അമ്മൂമ്മ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കുന്നതിന് കാരണം നമ്മുടെ ഷാജി അച്ഛന്റെ ഒരു കരുതൽ തന്നെയാണ്. വേനലിന്റെ ചൂട് എത്രത്തോളം കാഠിന്യമാണെന്ന് നമ്മൾ ഈ അവസരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചൂടാണ്. ഇവിടെ രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങാൻ നല്ല പ്രയാസത്തിലെന്നാണ് അമ്മാമ്മയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. വീടിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും പലതിലും ഇങ്ങനെയുള്ള ഇടിവ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അഭിമുഖത്തിൽ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു കലശലായ ചോർച്ചയാണ് ഈ വീട് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ആ ചോർച്ചയ്ക്ക് പരിഹാരമായിട്ട് ആണ് ഇപ്പോൾ ഇവിടെ പ്ലാസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ നിലവില് ചോർച്ചയ്ക്ക് ഒരു പരിധി ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതും താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമാണ്. അനുദിന ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് അവർ ഈ വീടിനുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ടും പൈസ ചെലവാക്കുന്നത്. അതും അവർക്കൊരു അധിക ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ വീടിന്റെ പുറകുവശം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ ഓരോ ഇടനാഴി ഇവർ പേപ്പറൊക്കെ വെച്ച് മറച്ചു വെച്ചേക്കാണ്. കാരണം ഈ സ്ഥലങ്ങളിലാണ് പാമ്പിന്റെ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പൊ രാത്രി കാലങ്ങളിൽ ഇതുവഴിയൊക്കെ പാമ്പിന്റെ ശല്യം വളരെ കൂടുതലാണ്. വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇതൊക്കെ. ഇതിപ്പോ നെറ്റ് അടിച്ചതാണ്. അതിന് മുന്നേ വരെ ഇത് പ്ലെയിൻ ആയിരുന്നു. അപ്പോ ഈ സ്ഥലം വഴിയാണ് പാമ്പൊക്കെ അകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്.
പ്രിയമുള്ളവരെ, ഇത്രയും നേരം നാം കണ്ടത് ഒരു കുടുംബത്തിന്റെ വേദനയുടെ മുഖമാണ്. അനുനിമിഷം അവർ അനുഭവിക്കുന്ന തീരാ നോവുകളാണ്. നാം സ്വന്തമായി നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഓരോ രാത്രിയും പേടിച്ച് നേരം വെളുപ്പിക്കുന്ന ഒരു കുടുംബത്തിനെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. ഈ വീട്ടിലെ താമസിക്കുന്ന ഓരോ വ്യക്തികളും രാത്രി ആകുമ്പോൾ ഭീതിയുടെ നിഴലിലാണ്. രാത്രി ഉറങ്ങുമ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് അടിച്ച് എന്തെങ്കിലും ഇഴ ജന്തുക്കൾ ഉണ്ടോ എന്ന് നോക്കി പരതി പേടിച്ചിറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം. ഇപ്പോൾ നാം നിൽക്കുന്ന ഈ വീട് മെച്ചപ്പെടാതെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുകയില്ല. കഴിയുന്ന രീതിയിലെല്ലാം നമ്മെ കൊണ്ടാവുന്ന രീതിയിൽ ഈ കുടുംബത്തിന്റെ ഈ ഒരു സുരക്ഷിതമായ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കേണ്ടത് ഈ വർഷത്തിന്റെ പ്രാധാന്യം കൂടിയാണ്. കരുണയുടെ തീർത്ഥാടകരായി എളിയവർക്ക് കാവലും കരുതലുമായി നാം മാറേണ്ട ഈ ഒരു കാലയളവിൽ കഴിയുന്ന രീതിയിൽ ഈ കുടുംബത്തെ സഹായിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. സുരക്ഷിതമായ വീട് എന്നതിലപ്പുറം ഒരു വീട്ടിൽ ആവശ്യമായി വേണ്ട പല സാധനങ്ങൾ പോലും ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ പഠിക്കുന്ന കുട്ടിക്ക് ഒരു സ്റ്റഡി ടേബിളോ ബുക്ക് വയ്ക്കാൻ ഒരു സ്ഥലമോ ഒന്നും തന്നെ ഇല്ല. ആകെപ്പാടെയുള്ള ആ ഒരു റൂമിൽ മാത്രമാണ് ആ കുഞ്ഞ് എല്ലാ സാധനങ്ങളും വച്ചിരിക്കുന്നത്. നമുക്ക് കേവലം ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്നതിൽ അപ്പുറത്താണ് ഈ വീട്ടിലെ ഓരോ അവസ്ഥയും. ഈ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലായത്, ഈ വീടിന്റെ അവസ്ഥ കണ്ട് ഇവരെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഇതുവരെയും യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വേദനിപ്പിക്കുന്ന സത്യമാണ്. ഭരണവും അധികാരങ്ങളും കയ്യിലുള്ളവർ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടോടെ ജീവിക്കുന്ന ഈ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാകാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഭരണാധികാരികളോ സർക്കാർ ഉദ്യോഗസ്ഥരോ ഈ വീടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു അഭ്യർത്ഥനയായി മാനിച്ച് അതിന് വേണ്ട കരുതൽ ഓരോ അധികാരികളും എടുക്കുകയാണെങ്കിൽ അത് ഈ കുടുംബത്തിന് വലിയൊരു താങ്ങായിരിക്കും. അധികാരമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ കുടുംബത്തിന്റെ അവസ്ഥ പെട്ടെന്ന് ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ കേവലം മനുഷ്യൻ എന്നുള്ള വികാരം മാത്രം മതി ഈ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മെച്ചമുണ്ടാകുവാൻ വേണ്ടി. കരുണയുടെ തീർത്ഥാടകരായി മുന്നേറുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ കുടുംബം നമ്മുടെ കുടുംബമാണെന്നുള്ള ചിന്തയിൽ, ഇവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണെന്ന ചിന്തയിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. കഴിയുന്ന രീതിയിൽ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് ഇവരെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഓരോ ചെറിയ സഹായവും ഈ കുടുംബത്തിന് വലിയൊരു പ്രതീക്ഷയാണ്, ജീവിക്കാനുള്ള ഒരു കരുതലാണ്.